പ്രിയമുള്ള മുഅ്മിനാത്തുകളെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, പള്ളിയുടെയും മദ്രസയുടെയും ആവശ്യത്തിനായി നിങ്ങളിൽ പലരും മനസ്സ് തുറന്ന് സംഭാവനകളും സഹായങ്ങളും നൽകിയിട്ടുണ്ട്. അള്ളാഹു തങ്ങൾ നൽകിയതായ സംഭാവനകളെ വളർത്തി 100 ഇരട്ടി പ്രതിഫലം അതിനൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കണം. എന്താ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ചെലവഴിക്കുന്ന ഏത് കാര്യം തന്നെയും അവൻ്റെ വഴിയിലായാൽ, അള്ളാഹുവിൻ്റെ വഴിയിലായാൽ അവൻ അതിന് പ്രതിഫലം, അതിന് പകരം നൽകുക തന്നെ ചെയ്യും. അവൻ തന്നെയാണ് ഏറ്റവും നല്ല റിസ്ക് ദാതാവ്. സൂറത്തു സബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ ഒരു വാക്യമാണ്, ഞാൻ അതിൻ്റെ വ്യാഖ്യാനമാണ് ഇപ്പോൾ ഉദ്ധരിച്ചത്. നിങ്ങളുടെ സംഭാവനകൾ അറിവിൻ്റെ വിളക്കുകൾ തെളിയിക്കുന്ന ഒരു സ്വതക്ക ജാരിയായി തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് നാം മനസ്സിലാക്കണം. കുട്ടികളുടെ വായിൽ വരുന്നതായ കലിമകൾ, തസ്ബീഹ്, തൽക്കീൻ, ഖുർആൻ പാരായണം, അറിവ്, ഇതെല്ലാം നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ പ്രവഹിക്കുന്നതായ ഒരു പ്രതിഫലമായിരിക്കുമെന്നും മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ പള്ളിയും മദ്രസയും അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഹൃദയമാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, പള്ളിയും മദ്രസയും നമ്മുടെ സമൂഹത്തിൻ്റെ ഹൃദയമാണ്. ഇവിടെ ഉയരുന്ന ഓരോ അദാൻ ശബ്ദവും, ഓരോ ബാങ്ക് വിളിയും, ഓരോ ബാങ്കിൻ്റെ ശബ്ദവും, കുട്ടികളുടെ നാവിൽ നിന്നും പുറപ്പെടുന്നതായ ഓരോ ഖുർആൻ ആയത്തും നിങ്ങൾ നൽകിയതായ സംഭാവനയുടെ സാക്ഷികളാണ്. പ്രത്യേകം മനസ്സിലാക്കണം, നിങ്ങൾ നൽകിയതായ സംഭാവനകളുടെ സാക്ഷികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രവൃത്തികളും അവസാനിക്കും, പക്ഷേ 3 കാര്യങ്ങൾ ഒഴികെ. ഏതൊക്കെയാണ്? 1 സദക്ക, ജാരിയായ സദക്കയാണ്. 2 ഉപകാരപ്രദമായ അറിവാണ്. 3 അവന് വേണ്ടി ദുആ ചെയ്യുന്നതായ നല്ല പുത്രനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ പെടുന്ന നല്ല മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഒരു കാരണം കൊണ്ട് തന്നെ, അതിനാൽ തന്നെ പള്ളിയുടെയും മദ്രസയുടെയും പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഓരോ രൂപയും നിത്യപ്രതിഫലം ഉറപ്പാക്കുന്ന നിക്ഷേപമാണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. സംഭാവന നൽകി കഴിഞ്ഞവർ വീണ്ടും വീണ്ടും നൽകാൻ ശ്രമിക്കുക. കാരണം അള്ളാഹുവിൻ്റെ വഴിയിൽ നൽകിയാൽ അതൊരിക്കലും കുറയുന്നതായ കാര്യമല്ല, കുറയുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇനിയും സംഭാവന ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, അറിയിക്കുന്നു. ചെറിയൊരു രൂപ പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ കൈകളാൽ നമ്മുടെ മദ്രസയും പള്ളിയും നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കൈകളിലാണ് അതെല്ലാം നിലനിൽക്കുന്നത്. നിങ്ങൾ നൽകിയ സംഭാവനകൾ ഈ ഒരു ലോകത്തും അതുപോലെ ആഖിറത്തിലും വിജയത്തിൻ്റെ വഴികളായി മാറട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ദുആ ചെയ്യാനുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും തൻ്റെ വഴിയിൽ ധാരാളം ചെലവഴിക്കുന്ന മുത്തഖീങ്ങളാക്കി ഉൾപ്പെടുത്തട്ടെ. അതിലൂടെ നമുക്ക് ജന്നത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.